പലപ്പോഴും നമുക്ക് ചില ജീവിത സാഹചര്യങ്ങളിൽ ചില കഥാതന്തുക്കൾ വീണ് കിട്ടും. അത്തരം തന്തുക്കൾ ആസ്വാദ്യകരമായി വികസിപ്പിക്കുന്ന ഒരാളാണ് നല്ലൊരു കഥാകൃത്തായിട്ട് മാറുന്നത്. ആ രൂപത്തിൽ വികസിപ്പിക്കാൻ കഴിയാത്ത ആൾക്കാരും കഥകൾ എഴുതാറുണ്ട്. എന്നെപ്പോലുള്ള ആൾക്കാർ ആ ഗണത്തിൽപ്പെടുന്ന ആളാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, എല്ലാവരും കൂടിയിരിക്കുന്ന സ്ഥലത്ത് അപ്രതീക്ഷിതമായ ഒരു ടെലിഫോൺ കോൾ വന്നു. അപ്പം എൻ്റെ സഹപ്രവർത്തകൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് അദ്ദേഹം പെട്ടെന്ന് വളരെ വലിയ രീതിയിൽ ആ ഫോണിലുള്ള മറ്റേ അറ്റത്തുള്ള ആളോട് വളരെ വലിയ രീതിയിൽ പ്രകോപിതനായി സംസാരിക്കുന്നതാണ്. അപ്പം എന്താണ് വിഷയം എന്ന് അന്വേഷിച്ച സമയത്താണ് അതൊരു സർവീസ് കോളാണ്. ഏതോ ഒരു ബാങ്കിൻ്റെ ലോണുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് കോളാണ്. അപ്പോൾ ഈ കോള് തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് അത് അറ്റൻഡ് ചെയ്യാനുള്ള മനസ്സില്ല. മറ്റ് ചില വ്യക്തിഗത പ്രയാസങ്ങളാവാൻ കാരണം. ആ കാരണം കൊണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് വന്ന കാരണം കൊണ്ടാണ് അദ്ദേഹം ആ കോളിൽ അങ്ങേ തലക്കിൽ സംസാരിച്ചിരുന്ന പെൺകുട്ടിയോട് വലിയ രൂപത്തിൽ പ്രകോപിതനായി സംസാരിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, രണ്ട് തൊഴിലിടങ്ങളിൽ രണ്ടാളുകൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളും അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രകൃതവും ആ പ്രകൃതം ഉണ്ടാക്കുന്ന സംഘർഷങ്ങളും, ആ സംഘർഷങ്ങൾ ഏതെല്ലാം തരത്തിലാണ് വികസിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭം എനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു 4 വരി എഴുതണമെന്ന് തോന്നി. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയ വളരെ ചെറിയൊരു കഥ എന്ന് ഞാൻ പേരിട്ട് വിളിക്കുന്ന ഒരു കാര്യം ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കഥ സർവീസ് കോൾ. ഇരുവർക്കും ഇടയിലുള്ള പൊരുത്തക്കേടുകൾ പൊങ്ങി വന്നത് പരുക്കൻ ഭാഷാപ്രയോഗങ്ങളുടെ രൂപത്തിലാണ്. പരസ്പരം മുറിവേൽപ്പിക്കുന്ന പദങ്ങൾ അവർ നേർക്കുനേർ പ്രയോഗിച്ചു കൊണ്ടിരുന്നു. ഒന്നായവർക്കിടയിൽ പരിചകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നില്ല. വാക്ശരങ്ങൾ ഹൃദയത്തിലേക്ക് തന്നെ തുളച്ചു കയറി. ആശ്വാസത്തിൻ്റെ ചെറിയ കുളിർക്കാറ്റ് പോലും ആ ആത്മാക്കളെ തണുപ്പിച്ചില്ല. ആ മുറിവിൽ നിന്ന് രക്തം കിനിഞ്ഞുകൊണ്ടിരുന്നു. ആ മുറിവുകൾ അവരുടെ ആരോഗ്യത്തെ തകർത്തുകൊണ്ടിരുന്നു. അത് ഏറ്റവും ബാധിച്ച അവളെയാണ്. അവൻ ആൾക്കൂട്ടത്തിലേക്ക്, സുഹൃത്ത് വലയങ്ങളുടെ തണുപ്പിലേക്ക് പടർന്നു. അവൾ മാത്രം തനിച്ചായിപ്പോയി. തൊഴിലിടം മാത്രം അവൾക്ക് ആശ്വാസം പകർന്നു. പല സേവനദാതാക്കൾക്ക് വേണ്ടി കോൾ സെൻറ്ററിൽ അവൾ ജോലി ചെയ്തു. ഹൃദയസ്പർശിയായ ഭാഷയിൽ അവൾ അവരോട് സംസാരിച്ചു. ചിലർ തിരക്കുകൾ പറഞ്ഞ് അവളുടെ ടെലിഫോൺ സംഭാഷണത്തിൽ വിമുഖത പുലർത്തി. എങ്കിലും പലരും അവളെ കേട്ടു. ആ കേൾക്കൽ അവളുടെ ആത്മവിശ്വാസം ഉയർത്തി. അത് വൈയക്തിക ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവളെ പ്രേരിപ്പിച്ചു. ജീവിതം വരൾച്ചയുടെയും കുളിർമയുടെയും പ്രതലങ്ങളെ സംശീകരിച്ചു. അങ്ങനെ ഒരു നാൾ വിളിച്ച കോളുകൾ ഒന്നും പ്രതീക്ഷിച്ചതുപോലെ അറ്റൻഡ് ചെയ്യപ്പെട്ടില്ല. തലേ രാത്രിയിലെ പരസ്പര പോരാട്ടത്തിൻ്റെ ഹാങ് ഓവർ തലയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ല. അവൾ പ്രതീക്ഷയോടെ വീണ്ടും ഡയൽ ചെയ്തു. പക്ഷേ നിരാശയായിരുന്നു ഫലം. വിളിച്ചവരെ തന്നെ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ടാസ്ക് പൂർത്തിയാക്കാൻ മറ്റൊരു വഴിയില്ല. ഒടുവിൽ മറുതലയ്ക്കൽ ഫോൺ അറ്റൻഡ് ചെയ്ത ആൾ തുടർച്ചയായ ഫോൺ വിളിയിൽ പ്രകോപിതനായിരുന്നു. അയാൾ വായിൽ തോന്നിയതൊക്കെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. അവൾ ക്ഷമാപണം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അയാൾ അതൊന്നും ചെവിക്കൊണ്ടില്ല. ശകാരങ്ങൾ വർഷിക്കുന്ന റിസീവർ അവൾ നിലത്ത് വെച്ചു. ആകെ മരവിപ്പായിരുന്നു. ചുറ്റും ശകാരവാക്കുകൾ അവളെ വന്ന് പൊതിയാൻ തുടങ്ങി. അവൾ റൂഫ് ടോപ്പിലേക്ക് ചുവട് വെച്ചു. കരുണാരഹിതമായി അടിച്ച ശക്തമായ കാറ്റ് അവളുടെ ഉള്ളം തണുപ്പിച്ചില്ല. അവൾ ചിറകറ്റ പക്ഷിയെ പോലെ താഴേക്ക് പതിച്ചു. നന്ദി.